PC ജോർജിനെ മുസ്ലിം ലീഗ് പുറകെ നടന്ന് വേട്ടയാടുകയാണ്. ഇപ്പോഴിതാ പുതിയൊരു കേസ് കൂടെ പോലീസ് സ്റ്റേഷനിൽ അവർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ലവ് ജിഹാദിനെതിരെ PC ചില കാര്യങ്ങൾ പറഞ്ഞു. എന്തിനാണ് സാർ ഈ മുസ്ലിം ലീഗ് ഇങ്ങനെ PC ജോർജിൻ്റെ പുറകെ നടന്ന് വേട്ടയാടുന്നത്? അല്ല, ലീഗ് വേട്ടയാടി PC ജോർജിൻ്റെ കേസ് മുറുക്കുന്നതിൻ്റെ പിന്നിൽ ലീഗ് മാത്രമല്ലല്ലോ ഉള്ളത്. എനിക്ക് തോന്നുന്നു അതിനകത്ത് പിണറായിയും PC-യോട് വലിയൊരു കടുത്ത വിരോധമുണ്ട്. ഇടയ്ക്ക് ഓർക്കുന്നുണ്ടോ, PC UDF-ൽ നിന്ന് LDF-ലേക്ക് വന്നു, പിന്നെ തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു. PC പണ്ട് VS-ഉമായിട്ട് വലിയ അടുപ്പമായിരുന്നു. അത് പിന്നീട് പൊളിഞ്ഞു പോയി. പിന്നീട് UDF-ലേക്ക് പോയി. പക്ഷേ UDF-നും LDF-നും PC-യെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല. പിന്നീട് LDF-ൽ വരാനൊരു ശ്രമം നടത്തിയപ്പോൾ അതിന് തടയിട്ടത് പിണറായിയായിരുന്നു. അപ്പോൾ ഈ പിണറായിയോട് പിണറായിക്ക് പലതരത്തിലും PC ജോർജിനോട് ദേഷ്യമുണ്ട്. PC ജോർജിൻ്റെ മകനാണല്ലോ ഈ പിണറായിയുടെ മകളുടെ ഈ പല ഷോൺ ജോർജ് എടുത്ത് പുറത്തു കൊണ്ടുവരികയും SFIO അന്വേഷണം വീണയ്ക്കെതിരെ വരാനുള്ള കാരണം തന്നെ ഷോണാണ്. അപ്പോൾ അതിൻ്റെ കടുത്ത ദേഷ്യമുണ്ട്. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ ഈ വർഗീയത പറഞ്ഞു, മതവിദ്വേഷ പരാമർശം നടത്തി എന്നൊക്കെ പറഞ്ഞ് ലീഗ് മുമ്പോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മുസ്ലിം വിഭാഗം മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ ആ വർഗീയത പിടിച്ചുകൊണ്ട് കേസ് മുറുക്കുക. അപ്പോൾ ഉടനെ PC-യെ പിടിച്ച് 2 ദിവസം എങ്ങനെയെങ്കിലും അകത്തിടാൻ ഉള്ള ശ്രമമല്ലേ കഴിഞ്ഞ അവസാനം വരെ കണ്ടത്. മുമ്പ് MLA ക്വാർട്ടേഴ്സിൽ നിന്നൊക്കെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടല്ലോ. പിന്നെ ഒരിക്കലും പൂഞ്ഞാറിൽ നിന്ന് വലിയ ആഘോഷത്തിൽ തിരുവനന്തപുരം വരെ കൊണ്ടുവന്നില്ല. അപ്പോൾ ഇതൊക്കെ ഈ ന്യൂനപക്ഷത്തെ തൃപ്തിപ്പെടുത്തുന്നതിനും സന്തോഷിപ്പിക്കുന്നതിനും വേണ്ടി ചെയ്യുന്നു? പിണറായിയുടെ പോലീസ് ചെയ്യുന്നത്. അത് പിണറായി അത് വോട്ടാക്കി മാറ്റാനുള്ള ശ്രമം കൂടിയാണ് എന്നുള്ളത് ഉറപ്പാണല്ലോ. പക്ഷെ സാർ, അത് പറയുമ്പോൾ മറുവശത്ത് ഈ MM അക്ബർ, മുജാഹിദ് ബാലിശ്ശേരി, ഇങ്ങനെയൊക്കെയുള്ള പല നേതാക്കളും, പല ഈ സമുദായ സംഘടനാ നേതാക്കളും വലിയ രീതിയിൽ വിദ്വേഷ പ്രസംഗം നടത്തുന്നുണ്ട്. നമുക്കറിയാം അസാസുദ്ദീൻ ഒവൈസി നടത്തിയത് എന്താണ്. ചാനൽ ചർച്ചകളിൽ, ഞാൻ ആരുടെ പേര് പറയുന്നില്ല, പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് ഇത്തരത്തിലുള്ള പരമത വിദ്വേഷം പറയുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. അവരെ ഒന്നും തൊടാത്ത പിണറായി പോലീസാണ് PC ജോർജിനെതിരെ വാളെടുക്കുന്നത്. അല്ല, PC പറഞ്ഞത് ഒക്കെ തന്നെയും വളരെ കൃത്യമായ കാര്യങ്ങളാണ്. അതിനകത്ത് വലിയ മതവിദ്വേഷമൊന്നും നടത്തിയിട്ടില്ല. അത് ഈ പറഞ്ഞുണ്ടാക്കുന്നത് തന്നെയാണ്. എന്നിട്ട് കേസ് മുറുക്കുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെയാണല്ലോ PC ഏതെങ്കിലും തരത്തിൽ ജാമ്യമില്ലാത്ത രീതിയിൽ അകത്തിടാൻ 2 ദിവസമെങ്കിൽ 2 ദിവസമെങ്കിലും അത്തരത്തിൽ നോക്കിയത്. PC പറഞ്ഞ കാര്യം ഇപ്പം നോക്കിക്കേ. ഇപ്പോൾ PC പറഞ്ഞിട്ടുണ്ട് SDPI-യുടെ കാര്യത്തിനകത്ത് എന്നെ കുറേ നാളായിട്ട് പിടിച്ചകത്തിടാനും എന്നെ ഏതെങ്കിലും കേസിൽ കുരുക്കുമ്പോഴും വലിയ ആഘോഷം നടത്തുന്ന മുന്നണികളൊക്കെ ഇപ്പോൾ എവിടെ പോയി? ഇപ്പോൾ SDPI-ക്ക് വേണ്ടി കണ്ണീര് പൊഴിക്കാൻ ഒരുത്തരുമില്ലേ എന്നാണ് ചോദിക്കുന്നത്. SDPI-യുടെ നേതാവ് ഉണ്ടല്ലോ, MK ഫൈസിയെ അറസ്റ്റ് ചെയ്തപ്പോൾ ഒരിക്കലും ആർക്കും പ്രതിഷേധമില്ലല്ലോ, എവിടെ പോയി എന്നാണ് PC ചോദിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകത്തില്ലേ SDPI-യുടെ തനി സ്വരൂപം ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇത് നേരത്തെ PC ജോർജിന് അറിയാമായിരുന്നു. PC ജോർജിൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് അറിയാമോ? ഈ പല കാര്യങ്ങളും അവിടുന്ന് ഇവിടുന്ന് എല്ലാം PC കളക്ട് ചെയ്യും. ഇതെല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ട് വായിക്കാനുള്ള, അതിലിറങ്ങിച്ചെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ശേഷിയുണ്ട് PC ജോർജിന്. PC-ക്ക് അവിടുന്ന് ഇവിടുന്ന് കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാനും ആൾക്കാരുണ്ടെന്നുള്ളതാണ്. ഈ സോളാർ കേസിൻ്റെ സമയത്തൊക്കെ PC-യുടെ കയ്യിൽ പല രഹസ്യങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് PC ഇതെല്ലാം കളക്ട് ചെയ്ത് വയ്ക്കും. അതുതന്നെ നമുക്ക് ഈ PC-യുടെ ശരീരപ്രകൃതം കാണുമ്പോൾ തന്നെ തോന്നും ഇതിനകത്തെല്ലാം നിരവധി ഇത്തരത്തിലുള്ള രഹസ്യങ്ങളുടെ ഒരു കലവറയാണോ എന്ന് തോന്നിപ്പോകും. അത് വളരെ കൃത്യമായിട്ട് വളരെ ദീർഘവീക്ഷണത്തോടുകൂടി തന്നെ പറയുകയും ചെയ്യുന്നു. അതുപോലെ ഈ PC-യോട് ഇടതുപക്ഷത്തിന് കടുത്ത വിരോധം വരാൻ, പിണറായിക്ക് പ്രത്യേകിച്ചും വിരോധം വരാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. 2011 ഉമ്മൻചാണ്ടി സർക്കാർ വളരെ ഒരു സീറ്റിന്റെ ഭൂരിപക്ഷത്തിനാണ് പിടിച്ചു നിന്നത്, 71-69.
അപ്പോൾ എന്നല്ലേ സെൽവരാജ് നെയ്യാറ്റിങ്കര MLA ആയിരുന്ന സെൽവരാജിനെ പാർട്ടിയിലെ ഉൾപാർട്ടി പ്രശ്നങ്ങളും പടലപ്പിണക്കങ്ങളും മുൻനിർത്തി രാജിവെപ്പിച്ച് UDF-ലേക്ക് കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് വിജയിപ്പിച്ചെടുത്തത് PC-യുടെ ബുദ്ധിയാണ്. PC അത്തരത്തിലുള്ള കാര്യങ്ങൾ ചരട് പിടിക്കുന്നതിലും ആസൂത്രണം ചെയ്യുന്നതിലും ഒക്കെ സമർത്ഥനാണെന്നുള്ളതാണ്. ഉമ്മൻചാണ്ടിയുമായിട്ട് വലിയ അടുപ്പമായിരുന്നല്ലോ, പിന്നെ ഇടയ്ക്കൊക്കെ തെറ്റുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഈ സെൽവരാജിനെ പൊക്കിക്കൊണ്ടു പോയതിൻ്റെ പിന്നിലുള്ള ദേഷ്യവും പിന്നെ പിണറായിക്കുണ്ടെന്നുള്ളതാണ്. അത് PC വേട്ടയ്ക്ക് ഒരു കാരണമാണ് അന്ന്. അപ്പൊ PC-യെ എവിടെ ഏതെല്ലാം തരത്തിൽ ഇപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, PC-ക്ക് 2016 PC ജോർജ് എങ്ങനെയാ ജയിക്കുന്നത് പൂഞ്ഞാറിൽ നിന്ന്? ഏതെങ്കിലും മുന്നണികളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നോ? ഇല്ല, ശക്തമായ ചതുഷ്കോണ മത്സരം. ചതുഷ്കോണ മത്സരം നടന്നു. PC ഒറ്റയ്ക്ക് ഒരിടത്തും, UDF വേറെ, LDF വേറെ, BJP വേറെ, ഇങ്ങനെ 4 കക്ഷികൾ മത്സരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് PC നല്ല വോട്ടിനാ ജയിച്ച. PC 28,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. ആ 2016 തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ പൂഞ്ഞാർ മണ്ഡലത്തിൽ പോയതാണ്. PC-ക്ക് വരുന്ന ഒരു ആളും ആരവോ ഒക്കെ നമ്മൾ കാണണം. ഇങ്ങനെ ഈ മണ്ഡലം ഇളക്കി മറിച്ച് കൊണ്ടുവരുന്ന ഒരു ആനയെ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്ന മാതിരിയാണ് കേട്ടോ ഈ ഒരു വരവും ഒക്കെ ആയിട്ട്. അവിടെ അപ്പോൾ തന്നെ നമുക്ക് തീർച്ചപ്പെടുത്താം PC ജോർജ് ജയിച്ചു. പിന്നീട് ഫലപ്രഖ്യാപനം എല്ലാം കഴിഞ്ഞ് പലരും പറയുന്നത് ഈ കേരളത്തിൽ 140 മണ്ഡലങ്ങൾ ഉള്ളതിൽ ഒരാൾ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ എന്നാണ്. അത് PC ജോർജ് എന്ന് പറഞ്ഞാൽ ഒരു മുന്നണികളുടെയും ഒന്നും ഒരു സമുദായത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള താല്പര്യത്തിലുള്ള സപ്പോർട്ടൊന്നുമല്ല, അല്ലാതെ ഒരു ജനകീയ പിന്തുണയോടുകൂടി ജയിച്ചു വന്ന ആളാണ്. PC പറയുന്നുണ്ടല്ലോ, PC മാത്രമല്ല, ഈ PC-ക്കെതിരെ വർഗീയ പരാമർശം നടത്തി എന്നൊക്കെ പറഞ്ഞ് ആരോപിക്കുന്നവർ PC-യെ തള്ളിക്കളഞ്ഞ പൂഞ്ഞാറിലെ മുസ്ലിം ജനവിഭാഗം തന്നെ പറയുന്നുണ്ട്. ഈ പൂഞ്ഞാറിനെ പൂഞ്ഞാറാക്കിയത് PC ജോർജ് ആണ് എന്നുള്ളത് അവർ തള്ളിക്കളയുന്നില്ല. അവർ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പലർക്കും ജോലി വാങ്ങിക്കൊടുത്തു, ഇവിടെ പല ഓഫീസുകളും ഇവിടെ പ്രവർത്തിക്കുന്നു. ഇതൊക്കെ വന്നത്, ഒരു പോലീസ് സ്റ്റേഷൻ വന്നത്, ഇതെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട് PC ജോർജാണ്. ഈ PC ജോർജിന് ഇപ്പോൾ എന്തായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ 26 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അവിടെ നിന്ന് മത്സരിക്കട്ടെ. PC ജോർജിന് ജയിക്കും. കാരണം ഇനിയിപ്പോൾ ഈ മുസ്ലിം സമുദായത്തിലുള്ള വിഭാഗത്തിലുള്ളവർ, ഈ SDP പോലുള്ള സംഘടനകൾ PC-ക്കെതിരെ ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് വരിഞ്ഞു മുറുക്കാൻ ശ്രമിക്കുമ്പോൾ ഹൈന്ദവരുടെയും ക്രൈസ്തവരുടെയും വോട്ട് PC ജോർജിലേക്ക് വരും എന്നുള്ളതും ഉറപ്പായിട്ടുള്ള കാര്യമാണ്. PC ജോർജിലേക്ക് കേന്ദ്രീകരിക്കപ്പെടും, കൺസോൾഡേറ്റ് ചെയ്യപ്പെടും. അത് സാർ വളരെ വ്യക്തമാണ്. കാരണം പാലാ ബിഷപ്പ് നാർക്കോട്ടിക് ജിഹാദ് എന്നൊരു വാക്ക് പറഞ്ഞുപോയി. അത് അദ്ദേഹം പറയുന്നു ചെറുപ്പക്കാരെ വഴിതെറ്റിക്കാൻ. അദ്ദേഹം ഒരു സമുദായത്തെയും പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് തീവ്രവാദം, ഭീകരവാദം തഴച്ചു വളർന്നിരിക്കുകയാണ്, അവർക്ക് പണം കിട്ടുന്നത് മയക്കുമരുന്നിൻ്റെ ഇടപാടിലൂടെയാണ്. അത്തരത്തിലുള്ളൊരു നാർക്കോട്ടിക് ജിഹാദ് അവരിവിടെ നടത്തുന്നുണ്ട്. അതിന് കേരളം ഇരയായിരിക്കുന്നു. ചെറുപ്പക്കാർ ധാരാളമായിട്ട് അതിലേക്ക് ചെന്ന് ഈയാമ്പാറ്റകളെ പോലെ വീഴുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അന്ന് അദ്ദേഹത്തിനെതിരെ എന്തൊരു രൂക്ഷമായ ആക്രമണമായിരുന്നു. അന്ന് ഈ ഇടതുമുന്നണിയും വലതുമുന്നണിയും ഒക്കെ ചേർന്ന് ആ ബിഷപ്പിനെ വേട്ടയാടാൻ നിന്നവരാണ്. ഇന്ന് അത് PC ജോർജ് ചോദിക്കുന്നത് അദ്ദേഹത്തിന് പോലും ആക്രമിച്ചവർ പിന്നെ എന്നെ വെറുതെ വിടുമോ എന്നാണ്. അന്ന് മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ PC ജോർജ് പറഞ്ഞത് ഈരാറ്റുപേട്ടയിൽ നിന്ന് മാത്രം ഏതാണ്ട് 400 പെൺകുട്ടികൾ കാണാതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പാലായിൽ സംസാരിക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നു PC പാല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണോ സംശയം. അതെ, അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ലക്ഷ്യം കാണും അതിൽ. അത് രാഷ്ട്രീയമാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഈ 400 കുട്ടികൾ പോയിട്ട് തിരിച്ച് 41 കുട്ടികളെ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ളവരെ രക്ഷിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് പിന്നെ ക്രൈസ്തവ പെൺകുട്ടികളെ ഒക്കെ തന്നെ 24 വയസ്സിനകം കല്യാണം കഴിപ്പിച്ചു വിടണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഈ കുട്ടികളൊക്കെ ഈ പറഞ്ഞതുപോലെ ചെന്ന് വല്ല കുരുക്കിലും പെട്ട് അത് അവരുടെ നമുക്കറിയാം എത്ര കുട്ടികളാണ് ജീവിതം നശിച്ചു പോയത് എന്ന്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് PC ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞു. ശരി, നമുക്കത് ചർച്ച ചെയ്യാമല്ലോ, അതിൻ്റെ ശരിതെറ്റുകൾ നമുക്ക് സമൂഹത്തിന് വിശകലനം ചെയ്യാമല്ലോ. അതിന് പകരം ഒരാളെ ഇങ്ങനെ വേട്ടയാടുന്നത് അത് ശരിയായൊരു കാര്യമല്ല. അതൊരു മനുഷ്യത്വരഹിതമായ ഒരു പ്രവൃത്തിയാണത് എന്ന് പറയാതിരിക്കാൻ വയ്യ. PC രാഷ്ട്രീയമായിട്ട് നേരിടാം. PC പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യാം.
അദ്ദേഹത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുക. ഇപ്പോൾ അദ്ദേഹം കേസിൽ പ്രതിയായി, പോലീസ് കേസെടുത്തു, അദ്ദേഹത്തിനെ കോടതി ഹാജരാക്കി, അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. അത് നമ്മളാരും പി സിയെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്തില്ല. പക്ഷേ ഒരു വശത്ത് പി സിയെ ഇങ്ങനെ വേട്ടയാടുന്നവർ മറുവശത്ത് MM അക്ബറിനെ കാണുന്നില്ല, അതെ, മുജാഹിദ് ബാലുശ്ശേരിയെ കാണുന്നില്ല. ബാലുശ്ശേരിയുടെ പ്രസംഗം യൂട്യൂബിൽ കിടപ്പുണ്ട്. അതായത് അമ്പലത്തിൽ പൈസ കൊടുക്കുന്നത്, അമ്പലത്തിൽ പിരിവിന് വന്നാൽ, ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പിരിവിന് വന്നാൽ പണം കൊടുക്കുന്നത് വേശ്യാലയത്തിൽ പോകുന്നതിനേക്കാൾ നികൃഷ്ടമായ പാപമാണ് എന്ന് പ്രസംഗിക്കുന്ന വീഡിയോ ഉണ്ട് മുജാഹിദ് ബാലുശ്ശേരി. അപ്പോൾ ഇതൊക്കെ ഈ നാട്ടിൽ നടക്കാം, അതിനൊന്നും ഒരു പ്രശ്നവുമില്ല, അതിൽ ആർക്കും കേസില്ല, പരാതിയില്ല, പരിഭവമില്ല, ഒന്നുമില്ല. ഇപ്പുറത്ത് PC ജോർജിനെ പോലെയുള്ളവർ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അതിൻ്റെ പേരിൽ വലിയ വേട്ടയാണ്. ചില മാധ്യമ പ്രവർത്തകരും അങ്ങനെയല്ലേ, ഹജ്ജിന് പോവാം, കുംഭമേളയ്ക്ക് പോകാൻ പാടില്ല എന്ന് പറയുന്ന പോലെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.